ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തൊട്ട് നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു കോട്ട് കോളറാണ് ചെയ്യുന്നത്. 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പാകത്തിനാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. ഈ ഒരു ടോപ്പ് ചെസ്റ്റ് സൈസ് 22 ഇഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ കഴിയും. ഇനി ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊരു 11.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ നമുക്കൊരു 1/2 ഇഞ്ച് വേണം, പിന്നെ താഴ്ഭാഗം മടക്കിയടിക്കാൻ 1 ഇഞ്ച്, അങ്ങനെയാണ് 11.5 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഷോൾഡറിൻ്റെ സൈസാണ്, അത് ഞാൻ 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് 5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് ആണ്. അത് ഞാൻ നമ്മുടെ ഷോൾഡറിനെക്കാട്ടിലും 1 ഇഞ്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആം ഹോൾ ഡെപ്ത് വരയ്ക്കുമ്പം അതിനകത്ത് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് പോകും, പിന്നെ ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ 1 ഇഞ്ചും കൂടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു 22 ഇഞ്ചാണ്. അതിൻ്റെ 4 എടുക്കുക. അതിനോടൊപ്പം 1/2 ഇഞ്ച് ലൂസും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് സൈസ് ആണ്, അത് 21 ആണ്. അതും നമ്മൾ ചെസ്റ്റ് ചെയ്തതുപോലെ തന്നെ 4 എടുക്കുക. അതിനോടൊപ്പം ഞാനൊരു 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ്. ഇത് നമ്മൾ ആ സൈഡ് ലൈൻസ് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് വരുന്നത്. ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കഴുത്തിറക്കം എന്ന് പറയുന്നത് ഞാനൊരു 2.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിൽ നമ്മൾ കോളർ നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി വൈഡാക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോളർ ടോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങളുടെ പുറകിലത്തെ കഴുത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കുക. അതാണ് നമ്മൾ കഴുത്ത് അകലമായിട്ട് എടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ അടുത്ത പോയിന്റ് വരെയുള്ള നെക്ക് ലൈൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അതായിരിക്കും നമ്മൾ കോളറിന് കഴുത്ത് അകലമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആം ഹോൾ കേവും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അത് ഞാൻ കഴുത്തിന് പുറത്തോട്ട് മാർക്ക് ചെയ്യുകയാണ്. കാരണം നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കിട്ടേണ്ടതാണ് 2 ഇഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് ഞാൻ പുറത്തോട്ടാണ് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമുക്ക് കൈക്കുഴി കുറച്ചും കൂടി കുഴിച്ചെടുക്കണ്ടേ, അത് ഞാനൊരു 1/2 ഇഞ്ച് അകലത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിൽ ഞാൻ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇപ്പം ഈ വരയ്ക്കുന്ന ഫ്രണ്ട് പാറ്റേൺ ആണ്. ഇനി ഇത് നമ്മൾ ട്രേസ് ചെയ്തിട്ടായിരിക്കും ബാക്ക് പാറ്റേൺ വരയ്ക്കുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിൽ നമ്മൾ കോളർ ഉള്ളത് കൊണ്ട് തന്നെ ബാക്ക് പാറ്റേൺ ഫ്രണ്ട് പാറ്റേണെക്കാട്ടിലും 1/2 ഇഞ്ചും കൂടെ കൂടുതൽ ആയിരിക്കും നമുക്ക് ആ ഒരു ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫ്രഷ് പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ ഈ പാറ്റേൺ പേപ്പറിലോട്ട് നമുക്ക് ട്രേസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിന് പാരലായിട്ട് നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പാറ്റേണിൻ്റെ ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ആം ഹോൾ കേവും സൈഡ് സീമും അതുപോലെ തന്നെ താഴ്ഭാഗവും, ഈ 3 പോർഷനും നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. കഴുത്തൊന്നും ട്രേസ് ചെയ്യരുത്. ആകെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞാനൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നമ്മളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇതേപോലെ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ പോയിന്റിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. ചരിഞ്ഞു പോകരുത്. ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് ചരിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു പോയിന്റ് കൊടുത്തു, അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ മുകളിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെയും ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/2 ഇഞ്ച് ഈ 2 പോയിന്റിന് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഒന്നുമില്ല, നമ്മുടെ ബാക്ക് പാറ്റേൺ ഫ്രണ്ട് പാറ്റേണെക്കാട്ടിലും ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കയറി നിൽക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്തിട്ട് ആ ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു മാർക്ക് കൊടുത്തു. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ട്രേസ് ചെയ്തെടുത്തു. എന്നിട്ട് ഷോൾഡറിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ആ 2 പോയിന്റിൽ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്ലോപ്പ് വരയ്ക്കുന്നത് കേട്ടോ. അതും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് എടുത്തല്ലോ, ആ ഒരു പോയിന്റിനെ താഴത്തോട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതും കണക്ട് ചെയ്യുക. അപ്പോൾ ബാക്കിൽ കഴുത്തിറക്കം ഒരു 3/4 ഇഞ്ച് മതിയാകും. കോളർ വരുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇറക്കത്തില്ല കേട്ടോ. എന്നിട്ട് അതും നമ്മൾ അതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടോ, നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ബാക്കിൽ ഷോൾഡറിൻ്റെ പാർട്ടിൽ 1/2 ഇഞ്ച് കയറി നിൽപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, കഴുത്തിന് ഒരു 1/4 ഇഞ്ച്, അതുപോലെ തന്നെ ബാക്കിനും ഞാൻ 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം തയ്ച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ട്രേസ് ചെയ്തെടുക്കുക. അപ്പം ഈ ഔട്ട്ലൈൻസിൽ കൂടി തന്നെ ബാക്കും ട്രേസ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ടും ട്രേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ടും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാറ്റേണിൽ ആ ഒരു കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിലോട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു പാറ്റേൺ ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പാറ്റേൺ തുണി 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കുക. ഫ്രണ്ട് ഞാൻ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സൈഡിൽ ഒരു 3/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷമേ നമ്മൾ ട്രേസ് ചെയ്യാവുള്ളൂ. ഈ 3/4 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലെ ടോപ്പ് ഓവർലാപ്പ് ചെയ്താണ് വരുന്നത്. അവിടെ പ്രസ് ബട്ടൺ പിടിപ്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ഇഞ്ച് കോളർ വരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു തുണി നമ്മൾ തയ്ച്ചിട്ട് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ബ്രൊക്കേറ്റ് പീസ് കോളർ വരുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരുമിച്ച് വെച്ചിട്ട് ആ സൈഡ് ഒന്ന് ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ചിലൊന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യാം. അപ്പം ഞാനിവിടെ മെയിൻ ക്ലോത്ത് ആയിട്ടൊരു ബ്രൊക്കേറ്റ് തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് 1 മീറ്റർ മതിയാകും കേട്ടോ. 1 മീറ്റർ പോലും വേണ്ട, 1/2 മീറ്ററൊക്കെ മതിയാകും ഈ ഒരു ടോപ്പ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബ്രൊക്കേഡിനകത്തോട്ട് ഈ ലൈനിങ് വെച്ചിട്ട് അതിന് ചുറ്റി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എഡ്ജ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ലൈനിങ് ആണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ളത്. അത് നമ്മൾ ബ്രൊക്കേറ്റ് തുണിയിലോട്ട് വെച്ചിട്ട് ചുറ്റി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ലൈനിങ്ങിൻ്റെ ഷേപ്പിൽ കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മൾ ലൈനിങ് കുർത്തീസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന മെത്തേഡിലെ സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് പാറ്റേൺ ബാക്ക് പാറ്റേണും രണ്ടും നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഫ്രണ്ടിൽ ഒരു തുണി വെച്ച് തയ്ച്ചിട്ട് തിരിച്ചിടുമെന്ന്. ഇനി അതാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. ടോപ്പിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അത് തന്നെയായിരിക്കണം ഈ ഒരു ബ്രൊക്കേഡ് ക്ലോത്തിനും നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അതായത് 11.5 ഇഞ്ച്. ഇനി വീതി വന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ വരുന്ന വീതി എത്രയാണ്, അതൊരു 4 ഇഞ്ച് വരുന്നുണ്ട്. അതിലൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനൊരു 4.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതേപോലെ
കമത്തി വെക്കുക. അപ്പോൾ എല്ലാം ലെവലെല്ലാം കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു കഴുത്തൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ആ ഒരു ഷോൾഡർ സ്ലോപ്പ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിരിപ്പുണ്ടല്ലേ, അതും ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഒരു പാർട്ടിൽ നമ്മളൊരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ ടോപ്പിലും മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ട്രേസ് ചെയ്തെടുത്ത ബ്രൊക്കേഡ് തുണി ഉണ്ടല്ലോ, അതിലോട്ടും നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 2 ഇഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ കോൺസ്റ്റൻ്റ് ഒന്നുമല്ല. നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നിടം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. കേർവിലോട്ട് പോവാണ്ടിരുന്നാൽ മതി. കഴുത്ത് എവിടം വരെയാണോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഓപ്പണിങ്ങിൽ കൂടിയും നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു 2 ഇഞ്ചിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, അവിടം വരെ ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുമെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റിൽ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ചെറിയൊരു കട്ട് ഇതേപോലെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിടുക. നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റ് വരെയാണ് തയ്ച്ചെടുക്കേണ്ടത്. എന്നിട്ട് ആ പോയിന്റിലൊരു ചെറിയൊരു കട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ ഒരു പോർഷൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കിയടിക്കുക കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഉൾഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാ ഈ ഒരു കഴുത്തിൻ്റെ ആ ഒരു കേർവ് പോർഷൻ്റെ അവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഞാനൊന്ന് ചേർത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടം വരെ നമുക്ക് ഇതേപോലെ തുണിയൊന്ന് തിരിച്ചു വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോട്ട് കോളറിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഞാൻ 2 പാറ്റേണും ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്ത് വരുമെന്ന് പറഞ്ഞില്ല, അതാണ് നിങ്ങൾ അവിടെ കണ്ടത് കേട്ടോ. ഇനിയൊന്നുമില്ല, നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് നമ്മൾ ഫ്രണ്ട് സീം മെത്തേഡിലാണ് ചെയ്യുന്നത്. കാരണം അല്ലാണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് കാണും. അതുകൊണ്ട് ഞാൻ ആദ്യം നല്ല വശത്തോടെ ഒരു സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലോത്ത് തിരിച്ചിട്ടിട്ട് റോങ് സൈഡിൽ കൂടിയും ഒരു സ്റ്റിച്ച് എടുത്തു. 2.25 ഇഞ്ചിലാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് മുകളിൽ കയറ്റിയായിരുന്നു കൊടുത്തിരുന്നത്. അതാണ് ആ ഒരു ഷോൾഡർ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് കോളർ വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഒരു നോച്ച് ഇട്ടായിരുന്നല്ലോ, ആ നോച്ച് വരെയാണ് നമ്മൾ ഈ ഒരു കോളർ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി ഭാഗത്തോട്ട് എടുക്കേണ്ട, കാരണം അവിടെ ഓൾറെഡി നമ്മൾ കുഞ്ഞി കോളർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പോയിന്റ് വരെ ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 8.25 കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു പോർഷനൊക്കെ 2-3 വട്ടം മെഷർ ചെയ്ത് നോക്കുക, കാരണം കറക്റ്റായിട്ട് കോളറിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടണം കേട്ടോ. ഇനി നമ്മൾ എന്താണ്, കോളർ വരയ്ക്കാനായിട്ട് ഞാനൊരു ക്യാൻവാസ് പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 8.25 കഴുത്തിൻ്റെ ലെങ്ത്ത് കിട്ടിയേ. അതിൻ്റെ നേർ പകുതി ഇതേപോലെ ടേപ്പ് വെച്ച് ഫോൾഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4.3 ആണ് കിട്ടുന്നത്. അത് ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോളറിൻ്റെ വീതി ഞാനൊരു 3 ഇഞ്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് മടക്കി കഴിയുമ്പോൾ 1.5 ഇഞ്ച് വിട്ടിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താഴ്ഭാഗമാണ് നമ്മൾ ക്ലോത്തിൻ്റെ കഴുത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗമാണ് നമ്മളൊന്ന് 1/2 ഇഞ്ചിലൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കേർവ് ലൈൻ കിട്ടി. ഇനി ആ ലൈനിൽ നമുക്ക് 4.3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മുകളിൽ ഒരു ലൈൻ വരച്ചല്ലോ, അതിന് പുറത്തോട്ട് ഞാൻ 1 ഇഞ്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കോളറിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അത് ഒത്തിരി ഷേപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇതൊന്നും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇത് നമുക്കൊരു ബ്രൊക്കേഡ് തുണിയിലോട്ടൊന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാൻ ഈ സെയിം ബ്രൊക്കേഡ് ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റോങ് സൈഡിലോട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ഗ്ലേസിങ് ആയിട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇതേപോലെ വേറൊരു ബ്രൊക്കേഡ് തുണി എടുക്കുക. 2ൻ്റെയും നല്ല വശവും കൂടെ ഒരുമിച്ച് വയ്ക്കുക. ഇനി ആ ഒരു കോളറിൻ്റെ 2 സൈഡും മുകൾ ഭാഗവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
താഴ്ഭാഗം ഉണ്ടല്ലോ ഒരു കേർവ് ആയിട്ട് വരുന്നത്, അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത 3 ഭാഗത്തും ഒരു 1/4 ഇഞ്ചിൽ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, കാരണം നമുക്ക് കോളർ തിരിച്ചിടാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ കേവ് വരുന്ന ഭാഗത്ത് ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നിർത്തിയേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിടുക. കാരണം ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്താൻ കാരണം ഇത് ബ്രൊക്കേഡ് ആയതുകൊണ്ട് നമുക്ക് കോളർ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ 1/4 ഇഞ്ച് തയ്യൽ തുമ്പേ വെക്കുന്നുള്ളൂ, കാരണം നമ്മുടെ ക്ലോത്തിൽ കഴുത്തിന് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് വെച്ചത്. അപ്പോൾ ക്ലോത്തിന് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ ക്യാൻവാസിനും കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മളിത് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൻ്റെയും സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു കോളറിൽ നമ്മൾ ഒരു ഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ക്യാൻവാസ് ഇട്ട ഭാഗം മാത്രമാണ് 1/4 ഇഞ്ചിൽ തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഉണ്ട്. അതെന്തിനാണ് ഇട്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കോളർ സെൻറ്റർ പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ട് 2 വശത്തോട്ടും സ്റ്റിച്ച് ചെയ്യുക. കോളർ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെൻറ്റർ പോയിന്റിൽ നിന്ന് 2 വശത്തോട്ടും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒത്തിരി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യല്ല, നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ മറുവശം നമുക്ക് കിട്ടുമല്ലോ കോളറിൻ്റെ, ആ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി 1/2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് അവിടെ വിട്ടേക്കുന്നതെന്ന്. അപ്പോൾ അത് ഇതേപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കോളർ ഓൾറെഡി തയ്ച്ചതിൻ്റെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കാണും. അത് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം, ഈ ക്ലോത്തിൻ്റെ 1/2 ഇഞ്ചും ഉള്ളിലോട്ടാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തിനാണ് ഞാൻ 1/2 ഇഞ്ച് കൊടുത്തതെന്ന് വെച്ചാൽ, ഇതൊരു ബ്രൊക്കേഡ് തുണി ആയതുകൊണ്ട് തന്നെ 1/4 ഇഞ്ചിൽ നമുക്ക് മടക്കിയടിക്കാൻ ഇച്ചിരി പാടാണ്, കാരണം അതിൻ്റെ നൂല് ഊർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ 1/2 ഇഞ്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോളറിന് ശരിക്കും നമ്മൾ എല്ലാ പോർഷനും തയ്യൽ തുമ്പ് 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം കഴുത്തിന് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിൽ കോളർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ അവിടെയും 1/4 ഇഞ്ച് തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഡ് കോളർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ് സ്ലീവ് വെക്കണം. പഫ് സ്ലീവ് ഞാൻ ഇച്ചിരി ബോർഡറൊക്കെ അത്യാവശ്യം വീതി കൂട്ടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോപ്പിൻ്റെ ബാക്ക് ആം റൗണ്ടിൻ്റെ മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ടോപ്പ് നമ്മൾ ഒരേ ലെവലിൽ വെക്കുക. അപ്പം നമ്മുടെ സെൻറ്റർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, ആ ഷോൾഡറിൻ്റെ ലൈനിങ് കണ്ടോ, അവിടെ അല്ല, അതിന് മുകളിലുള്ളൊരു പോർഷൻ കണ്ടോ, അവിടെ നിന്നാണ് സെൻറ്റർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി 1/2 ഇഞ്ച് കൂടുതലിട്ടാണ് കൊടുത്തത് അല്ലേ. അപ്പം സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗമായിട്ട് വരും. നമ്മൾ ബാക്ക് ആം റൗണ്ട് മെഷർ ചെയ്തപ്പോൾ 7 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ കുറച്ച് 6 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ്. ഞാൻ 5 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്, അത് അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും. അങ്ങനെ ഞാൻ 6 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് സ്ലീവ് ഡെപ്ത് കൊടുക്കണം. അത് ഞാനൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റും നമ്മൾ കോർണർ ഭാഗവും കൂടി കണക്ട് ചെയ്തൊരു ഡോട്ടഡ് ലൈൻസ് ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സെൻറ്റർ പോയിന്റും കൂടി ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ചും 1/2 ഇഞ്ചും ഒക്കെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവ് നമുക്ക് ഒരു ടോപ്പ് ഭാഗം ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഞാൻ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ കൂർത്ത് വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് ഒന്ന് നീക്കി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു എസ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എസ് ഷേപ്പ് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് സ്ലീവ് റൗണ്ട് 7 ഇഞ്ച് നമുക്ക് കിട്ടണം. സ്ലീവ് റൗണ്ട് അല്ല, നമ്മുടെ ആം റൗണ്ട് ടോപ്പിൽ നിന്ന് എത്രയാണോ മെഷർ ചെയ്തത് അത് ഈ ഒരു എസ് ഷേപ്പിൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി താഴെ ഞാൻ സ്ലീവ് റൗണ്ട് ലൂസ് ഉൾപ്പെടെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. മുകളിലും നമ്മൾ 1 ഇഞ്ച് അകത്തോട്ടാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ ടോപ്പിൽ നിന്ന് മെഷർ ചെയ്തത്. അതുകൊണ്ടാണ് സ്ലീവ് വരയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങളൊന്ന് വരച്ച് കാണിക്കുകയാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത്. അതിൽ നമ്മുടെ ബോർഡർ ഉൾപ്പെടെ ഞാൻ എടുക്കുന്ന ടോട്ടൽ ലെങ്ത് 7 ഇഞ്ചാണ്. അപ്പം ബോർഡർ മാറ്റിക്കഴിഞ്ഞാലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ, 5 ഇഞ്ച്. ഇനി ഇതിന് താഴത്തോട്ട് നമ്മൾ ബോർഡർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഞാനൊരു 2 ഇഞ്ച് നീളത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കൈമുട്ടൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗം വരെ വരും. അത് നിങ്ങൾ ലെങ്ത് കറക്റ്റ് മെഷർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതൊരു ഊഹത്തിന് കൊടുക്കുന്ന ലെങ്ത് ആണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബോർഡർ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഡയഗ്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്ലീവ് റൗണ്ടിന് നമ്മൾ കൊടുത്ത ലെങ്ത്തിൽ ഒരു 3.5 ഇഞ്ച്, അതാണ് നമ്മൾ ഈ ഒരു ബോർഡറിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ പറഞ്ഞ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ച് ആയിരിക്കും. അപ്പോൾ ഈ 3.5 ഇഞ്ച് ലെങ്ത് എടുത്തല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ 2 വശത്തോട്ടും തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൊടുക്കണം. കാരണം സ്ലീവ് നമുക്ക് സൈഡ് അടിക്കണമെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ ഒരു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നേരിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ലെങ്ത്തിലൊക്കെ സ്ലീവ് ചെയ്യണമെങ്കിൽ ആദ്യം ബോർഡർ കൊടുക്കുന്നതിന് മുൻപ് വരെയുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് സ്ലീവ് റൗണ്ടും നിങ്ങളൊന്ന് മെഷർ ചെയ്യുക. ആ ലെങ്ത്തിൽ നിന്നായിരിക്കും നമ്മൾ ബോർഡർ കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിലോട്ട് ട്രേസ് ചെയ്യണം. നമ്മൾ ടോപ്പൊക്കെ ട്രേസ് ചെയ്തില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു നോർമൽ സ്ലീവ് പാറ്റേൺ വെച്ച് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് പഫ് കൊടുക്കാനായിട്ടൊക്കെ കുറച്ച് തുണി അധികം വേണമല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഒരു 3 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഇഞ്ചായിരിക്കും നമ്മൾ പഫ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് ക്യാപ്പ് ഹൈറ്റ് വേണം, അതായത് ആ ഒരു പഫ് ഇച്ചിരി പൊങ്ങി നിൽക്കണ്ടേ. അതിനായിട്ടും ഞാനൊരു 3 ഇഞ്ച് തന്നെ മുകളിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ 3 ഇഞ്ച് കിട്ടി. അപ്പം നമുക്കൊരു ലൈൻ വന്നല്ലോ, ആ ലൈനിലോട്ട് നമ്മൾ നമ്മുടെ നോർമൽ സ്ലീവ് വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്പേസ് വേണം, അതിനുവേണ്ടി ഞാൻ 3 ഇഞ്ച് വീതി കൊടുത്തു. അതുപോലെ തന്നെ ക്യാപ്പ് ഹൈറ്റും 3 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ നോർമൽ സ്ലീവ് ട്രേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ നോർമൽ സ്ലീവിൽ നമുക്കൊരു കേർവ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഞാനൊരു ഡോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ ലൈൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഓൾറെഡി സ്ലീവ് മാർക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മളൊരു സ്ലാൻഡിങ് ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചില്ലേ, ആ പോയിന്റിലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു 3 ഇഞ്ച് അകലം മാറ്റിയിട്ടാണല്ലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. അവിടെ നമ്മൾ നോച്ചസ് മുകളിലും താഴെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പഫിങ് ഇത്രയും പോർഷനുള്ളിലാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനിയൊന്നുമില്ല, നമ്മൾ ടോപ്പ് ചെയ്തില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ ബ്രൊക്കേഡ് തുണിയിലോട്ട് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പ്ലീറ്റ്സ് ഇടണം. അപ്പം ഞാൻ ഓൾറെഡി 2 നോച്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഞാൻ ഇതേപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 പോയിന്റ്സിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടുക കേട്ടോ. ഒത്തിരി വലിയ പ്ലീറ്റ്സ് ഇടുന്നതിൽ നല്ലത് കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇടുന്നതാണ്. അത് മുകളിലും ഇടുക, അതേപോലെ തന്നെ നമ്മൾ താഴെ ഇടുക. അങ്ങനെ ഞാൻ 2 സ്ലീവിനും പ്ലേറ്റിംഗ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മുടെ പാറ്റേൺ എടുക്കുക. പാറ്റേണിലോട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകൾ ഭാഗവും നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് കൂടുതൽ നിൽപ്പുണ്ട് കേട്ടോ. അത്രയും ഭാഗവും കൂടെ ഒന്ന് പ്ലേറ്റ് ഇട്ടാൽ മതി. അത് ഇതേപോലെ 2 വശത്തു നിന്നും ഈക്വലി പ്ലേറ്റ് ഇടണം കേട്ടോ. അത് നമുക്ക് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഇനി നമുക്ക് താഴെ ഒരു ബോർഡറിങ് വരുമെന്ന് പറഞ്ഞല്ലോ, അതിനായിട്ട് ഞാനൊരു ബ്രൊക്കേഡ് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്ലോത്തിൻ്റെ താഴത്തെ ലെങ്ത്ത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തോട്ട് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പം കറക്റ്റ് ലെങ്ത്തിൽ തന്നെ മാർക്ക് ചെയ്യേണ്ട, ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിനെല്ലാം ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. സോ ഇതേപോലെ 2 ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, 2 സ്ലീവിനും കൂടിയിട്ട്. ഇനി നമുക്ക് അതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം ബോർഡറിൻ്റെ വീതി 2 ഇഞ്ചാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. താഴെ മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യാൻ അര ഇഞ്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 3.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അത് 2 ക്ലോത്തിലും മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. സോ അപ്പോൾ നമുക്ക് ഇതേപോലെ 2 സ്റ്റിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനോടൊപ്പം ലൈനിങ്ങും കൂടി എടുക്കുന്നുണ്ട്, കാരണം ഇത് ബ്രൊക്കേഡ് അല്ലേ, നൂല് ഊർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ബ്രൊക്കേഡിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ലൈനിങ് അതിൻ്റെ പുറകിലോട്ട് വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നോക്കിയാൽ മതി. ഒരു സാൻഡ്വിച്ച് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ സ്ലീവ് നടുക്ക് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഈ ഒരു തുണി വെക്കുക. എന്നിട്ടൊരു അര ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഉള്ളിൽ തയ്യൽ തുമ്പ് കാണത്തില്ല. ഇനി ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. അതുപോലെ താഴെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതാകുമ്പോൾ നല്ല പതിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ആ തള്ളി നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനായിട്ട് താഴെ നമ്മുടെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ തന്നെ 2 സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴെയൊന്ന് നമ്മളൊന്ന് മടക്കി അടിക്കണം. നമ്മൾ 1 ഇഞ്ചായിരുന്നു കൊടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ അര ഇഞ്ചിൽ നമ്മളൊന്ന് താഴെ മടക്കി അടിക്കുക. അങ്ങനെ 2 സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇത് നമ്മുടെ ബോഡി പാറ്റേണുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. നമ്മൾ അര ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ അവിടെ അല്ല അതിൻ്റെ സെൻറ്റർ പോയിന്റ് വരുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കണ്ടോ, അത് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സെൻറ്റർ പോയിന്റ് ഒന്ന് നോക്കാൻ കേട്ടോ. അവിടെ ഞാനൊരു മാർക്കിങ്സ് കൊടുക്കുന്നുണ്ട്. ഇനി ആ മാർക്കിങ്ങിലോട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഈ 2 പോയിന്റും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ സ്ലീവ് അടിച്ചിട്ടുണ്ട്. ഉള്ളിൽ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, താഴ്ഭാഗം നമ്മൾ 1 ഇഞ്ചായിരുന്നു കൊടുത്തിരുന്നത് മടക്കി അടിക്കാൻ, അതുകൊണ്ട് ഞാൻ അര ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലെ ബ്രൊക്കേഡിൻ്റെ സൈഡ് തുറന്നായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു കോളർ വെച്ച് തയ്ച്ചില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സൈഡ് നമുക്ക് നോർമലി നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഓവർലോക്ക് ചെയ്താൽ മതിയാവും. അപ്പം സൈഡ് ഇതേപോലെ 2ൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി കോട്ട് കോളർ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ അര ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും. അവിടെ ആയിരിക്കും നമ്മൾ പ്രസ് ബട്ടൺ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.